മികച്ച 10 ഫണ്ടുകൾ ഉൾപ്പെടുത്തിയുള്ള ഈ സീരീസിലെ 8ാമത്തെ ഫണ്ട് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 5 വർഷമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഫണ്ടാണിത്. ഇന്ത്യയിലെ മികച്ച ഓഹരികളിൽ കൂടാതെ വിദേശ ഓഹരികളിലും ഈ ഫണ്ടിന് നിക്ഷേപമുണ്ട് എന്നതാണ് ഈ ഫണ്ടിനെ മറ്റു ഫണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ലോകോത്തര കമ്പനികളായ മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, മെറ്റ പ്ലാറ്റ്ഫോംസ് അഥവാ ഫേസ്ബുക്ക് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപമുണ്ട് ഈ ഫണ്ടിന്. ഈ ഫണ്ടിൻ്റെ AUM 48,294 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.62%. എക്സിറ്റ് ലോഡ് 2%. ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഫണ്ട് ഓപ്പൺ ആൻഡ് സ്കീം ടൈപ്പാണ്. വാല്യൂ റിസർച്ചിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഫണ്ടിനുള്ളത്. മിനിമം SIP 1000 രൂപയാണ്. കഴിഞ്ഞ 1 വർഷത്തിൽ 39%, 3 വർഷത്തിൽ 23.38%, 5 വർഷത്തിൽ 23.94% റിട്ടേൺ കൊടുത്തിട്ടുള്ള ഈ ഫണ്ട് ഏതാണെന്ന് നോക്കാം. പരാഗ് പരീഖ് അഥവാ PPFAS ഫണ്ട് ഹൗസിൻ്റെ കീഴിലുള്ള PPFAS ഫ്ലെക്സി ക്യാപ് ഫണ്ടാണിത്. ഈ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിലൂടെ വിദേശ ഓഹരികളുടെ നേട്ടവും നിക്ഷേപകന് ലഭിക്കുന്നു. ഈ ഫണ്ടിൽ കഴിഞ്ഞ 5 വർഷമായി മാസം 1000 രൂപ വെച്ച് 60,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 1,12,153 രൂപയായി കാണും. 5 വർഷം കൊണ്ട് ലാഭമായി 52,153 രൂപ ലഭിക്കും. ഈ ഫണ്ടിൻ്റെ 74% വൻകിട കമ്പനികളിലും 14.5% മറ്റ് ലാർജ് ക്യാപ് ഓഹരികളിലും 11% മിഡ് ക്യാപ് ഓഹരികളിലും 0.7% സ്മോൾ ക്യാപ് ഓഹരികളിലും നിക്ഷേപിച്ചിരിക്കുന്നു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ടുകളെ അപേക്ഷിച്ച് റിസ്ക് കുറച്ച് കുറവാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്ക്. എന്നിരുന്നാലും ലാർജ് ക്യാപ് ഫണ്ടുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പരമ്പരയിൽ കാണിച്ചിരിക്കുന്ന ഫണ്ടുകൾ കൂടാതെ മറ്റു പല നല്ല ഫണ്ടുകളുമുണ്ട്. ഇതിൽ കാണിച്ചിരിക്കുന്നവ കഴിഞ്ഞ 5 വർഷത്തെ മികച്ച പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഫണ്ടുകൾ കൈവശം വയ്ക്കുന്ന നിലവിലെ ഓഹരികൾ പരിശോധിച്ച ശേഷമാണ് ഭാവിയിലും നേട്ടം തരാൻ ഇവ പ്രാപ്തമാണ് എന്ന് വിലയിരുത്തുന്നത്. മികച്ച മറ്റ് പല ഫണ്ടുകളും അവയുടെ വിശദാംശങ്ങളും ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. മാർക്കറ്റിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും അപ്ഡേറ്റുകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.